നമസ്കാരം. പ്രകൃതിയുടെ ക്രൂരമായ താണ്ഡവത്തിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ ചിത്രം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തെ ഒട്ടാകെ വിറങ്ങലിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. പുലർച്ചയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടാണ് ഇന്നലെ 1/2 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഇരച്ചെത്തിയ ഉരുൾ തങ്ങളുടെ വീടിന്റെ മേൽക്കൂര തകർത്തെറിഞ്ഞപ്പോൾ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായിരുന്ന 24-കാരനായ ജോസഫൈൻ ഒരുപക്ഷെ ആ മരണം തൊട്ടുമുന്നിൽ കണ്ടിരിക്കാം. എന്നാൽ ബൈക്ക് അപകടത്തിൽ കാലൊടിഞ്ഞ് കട്ടിലിൽ കിടപ്പിലായിരുന്ന ആ യുവാവിന് പ്രാണരക്ഷാർത്ഥം ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല എന്നതാണ് നാടിനെ ഒട്ടാകെ സങ്കടത്തിലാക്കിയത്. ദുരന്തത്തിന്റെ ഭീകരതയിൽ ഒലിച്ചുപോയ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ജോസഫൈന്റെ ജീവനറ്റ ശരീരം കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. സത്യത്തിൽ ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ജോസഫൈന്റെ ആ മൃതശരീരം കണ്ടെത്താൻ വഴികാട്ടിയായതും ജോസഫൈന്റെ ജീവനിട്ട ആ പ്ലാസ്റ്ററിട്ട കാൽ തന്നെയായിരുന്നു. അപകടം നടക്കുമ്പോൾ ആ വീട്ടിൽ ജോസഫൈനൊപ്പം മാതാവ് റെജീന മാത്രമാണ് ഉണ്ടായിരുന്നത്. കനത്ത മണ്ണും വെള്ളപ്പാച്ചിലും വിഴുങ്ങിയ ആ ദുരന്ത ഭൂമിയിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് ജോസഫൈന്റെ ശരീരം വെളിച്ചം കണ്ടത്. തുടർന്ന് നടത്തിയ തീവ്രമായ തെരച്ചിലിനൊടുവിൽ 10:30-ഓടെ അമ്മ റെജീനയുടെ മൃതദേഹവും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുക്കുകയായിരുന്നു. ആശുപത്രിയിൽ കഴിയുന്ന സുഹൃത്തിന് കൂട്ടിരിക്കാൻ അച്ഛൻ ജോണി പോയതും സഹോദരിമാരായ ജോമിറ്റും സോമിറ്റും എറണാകുളത്തെ ബന്ധുവീട്ടിലായിരുന്നതും കൊണ്ട് മാത്രം കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാതെ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു. പുലർച്ചെ അനുഭവപ്പെട്ട അതിഭീകരമായ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അയൽവാസി ബിനോയ് ഉടനടി ജോണിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് വീടിനുള്ളിൽ ഭാര്യയും മകനും കുടുങ്ങിക്കിടപ്പുണ്ടെന്ന ഭയാനകമായ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ ഭീമൻ മൺകൂനയ്ക്ക് താഴെ വീട് പൂർണ്ണമായും അമർന്നുപോയിരുന്നു. കനത്ത വെള്ളപ്പാച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ആദ്യം മണ്ണുമാറ്റി വെള്ളത്തിന്റെ ഒഴുക്ക് തിരിച്ചുവിടുകയും തുടർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കഠിന പരിശ്രമം നടത്തുകയുമായിരുന്നു. വീട് നിന്ന സ്ഥാനത്ത് വീടില്ല, ഒരു മൺകൂര മാത്രമാണ് അവശേഷിച്ചിരുന്നത്. കോൺക്രീറ്റ് മേൽക്കൂര തകർന്ന് 30 മീറ്ററോളം താഴേക്ക് പതിച്ചിരുന്നുവെന്നും പ്രദേശവാസികൾ കണ്ണു നനഞ്ഞുകൊണ്ട് ഓർത്തെടുക്കുന്നു. മണ്ണുനീക്കൽ തുടരുന്നതിനിടയിലാണ് കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ജോസഫൈന്റെ പ്ലാസ്റ്ററിട്ട കാൽ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ 2 വർഷം മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയാക്കിയ പയ്യാനിത്തോട്ടം വണ്ടൻപ്ലാവിലെ ആ പുതിയ സ്വപ്നഭവനമാണ് നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായത്. ദുരന്ത വാർത്തയെറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ ജോണി തളർന്നു വീണതിനെ തുടർന്ന് ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാൻറ്റീൻ ജീവനക്കാരനായിരുന്ന ജോസഫൈനും ഹോളി സ്പിരിറ്റ് സ്കൂളിലെ ജീവനക്കാരിയായിരുന്ന റെജീനയും നാടിന് എന്നും പ്രിയപ്പെട്ടവരായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇവരുടെ മൃതദേഹങ്ങൾ എടുക്കുമ്പോൾ ഏത് നിമിഷവും എത്തുമായിരുന്ന മരണത്തിന് മുന്നിൽ നിസ്സഹായനായി കട്ടിലിൽ കിടക്കേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ്റെ ചിത്രമാണ് ഒരു വിങ്ങലായി പൂഞ്ഞാറുകാരുടെ മനസ്സിൽ അവശേഷിക്കുന്നത്. എന്തായാലും അതിഭീകരമായ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടി ഇന്നലെ കടന്നുപോയത്. ഒരു മാസം മുഴുവൻ പെയ്യേണ്ടുന്ന ഒരു മഴ, അത് 24 മണിക്കൂറിൽ ഒരു നാട്ടിലേക്ക് പതിക്കുക, ആ ഒരു സാഹചര്യം അത് വാക്കുകൾക്കതീതമായുള്ളൊരു ദുരന്തത്തിലേക്കാണ് നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. എന്തായാലും ജോസഫൈൻ്റെയും അമ്മയുടെയും വിയോഗം പൂഞ്ഞാർ പ്രദേശത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്.